ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ മുട്ടുവേദന അനുഭവിക്കുന്നുണ്ട്. പണ്ട് 50കൾക്ക് ശേഷം വന്നിരുന്ന മുട്ടുവേദന ഇപ്പോൾ 25 തന്നെ അല്ല, ചിലർക്ക് ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ മുട്ടുവേദന വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുട്ടുവേദന? ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ലിഫ്റ്റിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ, എവിടെ പോയാലും ലിഫ്റ്റ് വേണം, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സമൂഹം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത്? എന്താണ് ഈ മുട്ടുവേദനയ്ക്ക് കാരണം? ഇത് എങ്ങനെ നമുക്ക് ഈ എക്സസൈസ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുവേദന. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ മുട്ടുവേദന വരുന്നത്? മുട്ട് എന്ന് പറയുന്നത് ഒരു ജോയിൻ്റ് ആണ്. ഈ ജോയിൻറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ ഈ ജോയിൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം കാരണം, അപ്പോൾ ആദ്യം നമുക്ക് അസുഖങ്ങൾ പറയാം. ചിലർക്ക് സോറിയാസിസ് കാരണം സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാവും, ആ ഭാഗത്ത് വാദം ഉണ്ടാവും. സോറിയാസിസ് സ്കിൻ ഡിസീസ്, ആ സ്കിൻ ഡിസീസ് കാരണം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചിലർക്ക് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാവും. അപ്പോൾ യൂറിക് ആസിഡ് അവിടെ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാരണവും ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വാദം കോമൺ ആയിട്ട് എല്ലാവർക്കും കാണാറുണ്ട്. അപ്പോൾ ഇതാണ് എന്തെങ്കിലും അസുഖം കാരണം മെയിനായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എന്തെങ്കിലും ഇഞ്ചുറി കാരണം. ഒരു മുട്ട് എന്ന് പറയുന്നത് 3 ബോണാണ് മെയിനായിട്ട് കൂടിച്ചേരുന്നത്. മുട്ട് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ താഴെ 2 ബോണും മുകളിലായിട്ടൊരു മെയിൻ ബോണാണുള്ളത്. ഇതിൻ്റെ മുന്നിലായിട്ട് നമ്മൾ സാധാരണ നമുക്ക് തൊടുന്ന രീതിയിൽ ചിരട്ട നമുക്ക് കാണും, പറ്റല്ല. അതുപോലെ തന്നെ ഇതിനെ ശരിക്കും ബലത്തോടെ നിൽക്കുന്നത് ലിഗമെൻറ്റും ഉണ്ടാവും, ടെൻഡൻസും ഉണ്ടാവും. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ലിഗമെൻറ്റിനൊക്കെ എന്തെങ്കിലും ഒരു ടിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു കീറലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുട്ടിന് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഉണ്ടാവുന്നത് മുട്ടിന് തേയ്മാനം, കൂടുതലായിട്ട് ഒരഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് മുട്ടുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ സാഹചര്യം നോക്കാം. തൈറോയിഡിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അത് കൂടിയായാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മുട്ടിന് തേയ്മാനം കാണാറുണ്ട്. അതുപോലെ മെയിനായിട്ട് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷ ആളുകളിലും വിറ്റാമിൻ ഡി കുറവായിരിക്കും. 20ൽ താഴെയാണ് ഒരു 80% ആളുകൾക്കും വിറ്റാമിൻ ഡി കാണുന്നത്. അപ്പോൾ ഈ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ബലക്കുറവുണ്ടാവും. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, ആഗിരണം കുറയുകയാണ് ചെയ്യുന്നത്. കാൽഷ്യം ശരീരത്തിൽ ആവശ്യത്തിന് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ടിന് തേയ്മാനം സംഭവിക്കും, മുട്ടുവേദന ഉണ്ടാവും. അപ്പോൾ ഈ കാൽഷ്യം ബോഡിയിൽ എത്താത്ത സാഹചര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീകളുടെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മെനോപോസിന് ശേഷം ഈസ്ട്രജൻ കുറയുന്നു. ആ സമയത്ത് കാൽഷ്യം ബോഡിയിൽ കുറയും. അപ്പോൾ മുട്ടിന് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് മെനോപോസിൻ്റെ ഏജ് ഒരു 40-45കളിലേക്ക് വന്നിട്ടുണ്ട്. മുന്നേ ഒരു 50-55 വന്നിരുന്നത്. അപ്പോൾ ഈ മുട്ടുവേദന നേരത്തെ കാലത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈസ്ട്രജൻ്റെ അളവ് എത്ര പെട്ടെന്ന് ശരീരത്തിൽ കുറയുന്നോ അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നൊന്ന് പറയുന്നത് യൂട്രസ് റിമൂവ് ചെയ്തവരിൽ, യൂട്രസ് റിമൂവ് ചെയ്താലും ഈസ്ട്രജൻ കുറയുന്നുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്. പിന്നെ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമലി മുന്നേ എക്സസൈസ് ചെയ്യുന്നു, പിന്നെ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ പെൺകുട്ടികളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാരേജിൻ്റെ മുന്നേ അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു മാരേജിന് ശേഷം പ്രഗ്നൻസി ആവുന്ന സമയത്ത് എക്സസൈസിൽ അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഇൻടേക്ക് കുറയുന്നു. ഈ സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടിക്കും ആ അമ്മയ്ക്കും കൂടെ നമ്മൾ കാൽഷ്യം ഉള്ളിലെത്തിക്കണം. എന്നാൽ ഈ സമയത്ത് കുറഞ്ഞ രീതിയിൽ കാൽഷ്യം എത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് വേണ്ടി കൂടുതൽ അബ്സോർബ് ചെയ്യുകയും ആ അമ്മയുടെ ശരീരത്തിലെ കാൽഷ്യം കുറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവർക്കൊരു കാൽഷ്യം ഡെഫിഷ്യൻസി. അപ്പോൾ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വേദനകൾ പിന്നെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയും ആ ഒരു റിക്കവറി നമുക്ക് സമയമെടുക്കും. കാരണം കുട്ടിക്ക് വേണ്ടി കൂടുതലായിട്ട് കാൽഷ്യം യൂസ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് വീണ്ടും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അമ്മയുടെ ശരീരത്തിൽ കുറയുമ്പോൾ അത് പിന്നെ റീടേക്ക് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് എടുത്തെങ്കിൽ മാത്രമേ ചിലപ്പോൾ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരും, വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും കുറഞ്ഞു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയൊരു ഡയറ്റ് പ്ലാന്. ഇപ്പോൾ നമ്മുടെ
എന്തൊക്കെ എത്രത്തോളം കഴിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ കറക്റ്റായ രീതിയിൽ നമ്മൾ കാൽഷ്യം ഉള്ളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടിൻ്റെ തേയ്മാനോ മുട്ടുവേദനയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറിയാണ്. എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വീഴുക, അപ്പോൾ എന്തെങ്കിലും ടിയർ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് മടങ്ങുക അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവിടുത്തെ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് അല്ലെങ്കിൽ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റുകളുണ്ട്. ഈ ലിഗമെൻറ്റിനുണ്ടാവുന്ന കീറൽ ഇത് കാരണം മുട്ടുവേദന ഉണ്ടാവും. അപ്പോൾ മുട്ടുവേദന ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങളാണ് ഇത്രയും കാരണങ്ങൾ. മെയിനായിട്ട് നമ്മൾ പറയുന്നത് കാൽഷ്യത്തിൻ്റെ കുറവാണ്. ഈ കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വീഴുന്ന സമയത്ത് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശരീരത്തിൽ എത്ര കാൽഷ്യം ഉണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മുട്ടുവേദന വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും സാഹചര്യങ്ങളാണ്. ഇനി അത് ഏതൊക്കെ ഡിഗ്രി ഉണ്ട്, ഇത് നമ്മൾ ഏതൊക്കെ സമയത്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്? മെയിനായിട്ട് മുട്ടുവേദന പറയുന്നത് 4 ഡിഗ്രിയാണ്. ആദ്യത്തെ ഡിഗ്രിയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രിയിൽ നമുക്ക് ജസ്റ്റ് വേദന ഉണ്ടാവും, കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ എക്സ്റേയിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ രണ്ടാമത്തെ ഡിഗ്രി ആവുന്ന സമയത്ത് അതിൽ നമ്മൾ എക്സ്റേയിൽ നോക്കുമ്പോൾ തന്നെ ഗ്യാപ്പ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ അവിടെ ഓസ്റ്റിയോഫൈറ്റ് ഒരു ഡോക്ടേഴ്സ് പറയും ഈ ബോണിനൊരു വളർച്ച ഉണ്ട്, ആ വളർച്ച കാരണം അവിടുത്തെ ചെറിയ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡിഗ്രിയിൽ. എന്നാൽ മൂന്നാമത്തെ ഡിഗ്രിയിൽ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് നമുക്ക് ശരിക്ക് എക്സ്റേയിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു 3 ഡിഗ്രിയിലെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. 4ാമത്തെ ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുക, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ വേദന കുറയുക, നീർക്കെട്ട് കുറയുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിരിക്കും. 4ാമത്തെ ഡിഗ്രി ആകുമ്പോൾ ഇപ്പോൾ മുന്നിലുള്ള ചിരട്ടയുടെ അവിടെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. നോർമലി അറ്റാച്ച് ചെയ്യുന്ന 2 ബോണുകൾ തമ്മിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അത് പിന്നീട് പൊട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 1ാമത്തെ ഡിഗ്രി 2ാമത്തെ ഡിഗ്രി ആകുമ്പോൾ തന്നെ മാക്സിമം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാവുക? ഫസ്റ്റ് ചെറിയ രീതിയിലുള്ള വേദനയാവും ഉണ്ടാവുക. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റെപ്പ് കയറുക, കാല് എടുത്ത് വെക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ വേദന ഉണ്ടാവുക. പിന്നെ പേഷ്യൻസ് പറയുന്നതാണ് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് ബെഡിൽ നിന്ന് കാല് പുറത്തേക്ക് വെക്കുന്ന സമയത്ത് അസഹനീയമായ വേദന ഉണ്ട്. പിന്നെ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വേദന കുറയുന്നുണ്ട്. കാരണം ആ നീർക്കെട്ട് കുറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുന്നതാണ്. നീര് വരുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നീര് വരും, പിന്നെ അത് ഇളകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ രാത്രിയാവാൻ നേരത്തും ബുദ്ധിമുട്ടുകൾ വരും എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ വീണ്ടും നമ്മൾ റെസ്റ്റിലേക്ക് പോവുകയാണ്, അപ്പോൾ ആ വേദന വീണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വരികയാണ്. പിന്നെ സ്റ്റെപ്പ് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും, ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ തര ബെൻഡിങ്, മുന്നോട്ടാണെങ്കിലും ബാക്ക്വേർഡ് ആണെങ്കിലും എല്ലാ ബെൻഡിങ്ങിലും നിങ്ങൾക്ക് വേദന ഉണ്ടാവും. പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നീർക്കെട്ടാണ്. ഫസ്റ്റ് ചെറിയ രീതിയിൽ നീർക്കെട്ടാവും, പിന്നീട് ചുവന്ന കളറിലാവും, പിന്നെ തൊടുമ്പോൾ ചൂടുള്ള പോലെയൊക്കെ തോന്നും. ഈ നീർക്കെട്ട് നിങ്ങൾക്ക് മുട്ട് തേയ്മാനം കാരണം വരും. അതുപോലെ തന്നെ ചെറിയ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ മുട്ടുവേദന ഉണ്ടാകുമ്പോൾ ഈ നീർക്കെട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതെങ്ങനെ നമുക്ക് ചെറിയ രീതിയിലുള്ള മുട്ടുവേദന എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അറിയുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു റൈസ് എന്നാണ് നമ്മൾ പറയുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. കൂടുതലായിട്ട് മുട്ട് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യാതിരിക്കുക. പക്ഷേ എന്നാൽ ആ മുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റിഫ് ആവുകയും അത് പിന്നീട് തീരെ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അപ്പോൾ കുറഞ്ഞ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഐസ്, തണുപ്പ് കംപ്രഷൻ വയ്ക്കുക. ഐസ് കോൾഡ് പാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു തോർത്തിലൊക്കെ ഐസ് ക്യൂബ് വെച്ചിട്ട് നിങ്ങൾ ആ മുട്ടിന് ചുറ്റും അമർത്തി പിടിക്കാൻ നോക്കുക. ഈ സമയത്ത് അവിടുത്തെ രക്തയോട്ടം കൂട്ടുന്ന സമയത്ത് നിങ്ങളെ ഇൻഫ്ലമേഷൻ കുറയാൻ സഹായകമാവും. പിന്നെ ചെയ്യേണ്ടത് കംപ്രഷൻ ചെയ്യുക. എന്തെങ്കിലും തുണി ഉപയോഗിച്ചിട്ട് നിങ്ങളത് ചുറ്റി വയ്ക്കുക. അപ്പോൾ ഈ ടൈറ്റായി നിൽക്കുമ്പോഴും അവിടുത്തെ ബുദ്ധിമുട്ടുകൾ കുറയും. പിന്നെ ഇലോങ്ങേറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. മടക്കി വെക്കുന്നതിന് പകരം നിങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്തും അവിടേക്കുള്ള രക്തയോട്ടം കൂടും, അതുപോലെ തന്നെ വേദനയും ബുദ്ധിമുട്ടുകളും കുറയും. പിന്നെ ദിവസവും ചെറിയ മൈൽഡായിട്ട് എക്സസൈസ് ചെയ്യാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്
ഈ മുട്ടുവേദന ഉള്ളവർക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ല, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുട്ടുവേദന കൂടുകയാണെന്നുള്ളത്. പക്ഷെ മുട്ടുവേദന കൂടുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിരപ്പായ സ്ഥലത്ത് നടക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ കാല് മുന്നോട്ട് ബാക്കോട്ട് അങ്ങനെ ആക്കുകയാണ്, സൈഡിലോട്ടൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വേദന കൂടുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല രീതിയിൽ മുന്നോട്ട് ബാക്കിക്കും ആക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വേദന കൂട്ടും. ആ രീതിയിലല്ലാതെ ഒരു മൈൽഡായ രീതിയിൽ നിങ്ങൾ ചെയ്തു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളത് എത്രത്തോളം പെർമനൻ്റായി വെക്കുന്നോ അപ്പോഴാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൂടുക. കാരണം അത് സ്റ്റിഫ്നെസ് ആയി കഴിഞ്ഞാൽ പിന്നെ തൊടുമ്പോൾ തരിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നിരപ്പായ രീതിയിൽ നടക്കുക, കല്ല് മണ്ണ് അങ്ങനത്തെ ഇതിൽ പാദം കയറി ഇറങ്ങുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ നടക്കണ്ട. അങ്ങനെ മൈൽഡായ രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾ കഴിക്കേണ്ട ഫുഡുകൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കൂടുതൽ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ നോക്കുക. ഫ്രൂട്ട്സ്, ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ്സ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. ശരീരത്തിന് ആവശ്യമായ എല്ലാവിധ കാൽഷ്യം, വിറ്റാമിൻ ഡി നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡും കൂടെ ഉള്ളിലേക്ക് എത്തണം. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ ചെറിയ മത്സ്യങ്ങളാണ്. ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് മത്തി, അതേപോലെ അയല, അങ്ങനത്തെ മത്സ്യങ്ങൾ ദിവസേന കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ട് മീൻ ഗുളിക ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവോക്കാഡോയിലാണ് നിങ്ങൾക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ പാലുൽപ്പന്നങ്ങൾ, കാൽഷ്യം റിച്ചായ പാലുൽപ്പന്നങ്ങളും സ്ഥിരമായിട്ട് കഴിക്കാൻ നോക്കുക. മുട്ട, ഇതൊന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാൽഷ്യം കിട്ടുന്നത്. ഇത്രയും നമുക്ക് മുട്ടുവേദന വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി മുട്ടുവേദന ചെറിയ രീതിയിൽ വന്നു, അപ്പോൾ നമ്മൾ അതിനെ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഡെയിലി 5 ഗ്രാം മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. അത് ചൂടുവെള്ളത്തിലോ പാലിലോ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നീർക്കെട്ട് അതുപോലെ തന്നെ അതൊരു പെയിൻ കില്ലറായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. ഡെയിലി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് അത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുഡിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 11 മണിക്കും 7 മണിക്കും ഇടയിൽ, അല്ലെങ്കിൽ 11 മണി 4 മണി ഈ ഒരു സമയത്ത് കഴിക്കാൻ നോക്കുക. അല്ല ഏർലി മോർണിംഗ് നിങ്ങൾ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെളുത്തുള്ളി ഫുഡിന് ശേഷം ഒരു 11 മണിക്ക് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇനിയുള്ളത് നിങ്ങൾ എന്തൊക്കെ എക്സസൈസുകളാണ് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഡെയിലി ചെയ്യേണ്ടത്. മെഡിസിൻ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ മസിൽസിന് സ്ട്രെങ്തനിങ് കിട്ടുകയാണ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിരുന്നതിന് ശേഷം 90 ഡിഗ്രിയിൽ കാല് വയ്ക്കുക. കാല് വെച്ചതിന് ശേഷം മുമ്പോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടുക. ഇത് 10 സെക്കൻഡ് ഇങ്ങനെ പിടിക്കുക. അതുപോലെ തന്നെ താഴ്ത്തുക, വീണ്ടും 10 സെക്കൻഡ് പിടിക്കുക. ഇതൊരു 3 വട്ടം റിപ്പീറ്റ് ചെയ്യുക. 3 × 10. ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരു മാക്സിമം 50% കുറയുന്നതാണ്. ഈ മുട്ടുവേദന എന്ന് പറയുന്നത് അവിടെ ഒരു തേയ്മാനം കാരണം വന്നതാണെങ്കിൽ ആ വന്ന തേയ്മാനം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിന്ന് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തേയ്മാനം ഇനി വരാതിരിക്കാനും അതുപോലെ തന്നെ അവിടെയുള്ള ടെൻഡൻ അല്ലെങ്കിൽ ലിഗമെൻറ്റ് അതിനൊക്കെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തനിങ് ആക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് താങ്ങാനുള്ളൊരു കപ്പാസിറ്റിയും ശരീരത്തിനുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ അമിതവണ്ണം ഉള്ളവർ ഈ ഒരു മുട്ട് എന്ന് പറഞ്ഞ 2 ജോയിൻറ്റുകളാണ് മൊത്തം നമ്മുടെ ശരീരം താങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ആവശ്യമായ ഉയരത്തിന് ആവശ്യമായ വെയിറ്റിനേക്കാൾ 30% കൂടുതലാണ് അമിതവണ്ണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വണ്ണം നിങ്ങളൊരു 10% കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുട്ടുവേദന നിങ്ങളുടെ പകുതിയായിട്ട് കുറയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുട്ടുവേദന കുറയുകയും നിങ്ങളുടെ വണ്ണം കുറയുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊന്ന് എക്സസൈസും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള മുട്ടുവേദനയിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് മാറ്റം കിട്ടുന്നതാണ്. പക്ഷേ അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.